പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. നമുക്കെല്ലാം പരിചിതമായ ഒരു വാക്യമാണ് യെശയ്യാവ് 60:1. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഈ ദിവസങ്ങളായിട്ട് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വളരെ ശക്തമായി തന്നുകൊണ്ടിരിക്കുന്ന ഒരു വചനമാണത്. ഹല്ലേലൂയ. നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെ അതിനകത്ത് പറയുന്ന എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നമ്മുടെ പ്രകാശം എന്താ? ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലെ ഇരുട്ട് മാറ്റാൻ നമുക്ക് വേണ്ടി കടന്നു വന്ന യേശുക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രകാശം എന്ന് പറയുന്നത്, അല്ലേ? ആ പ്രകാശം ഈ ഭൂമിയിൽ വന്നതിൻ്റെ ആഘോഷമാണ് കഴിഞ്ഞ ഡിസംബർ 25 ലോകമെമ്പാടും നമ്മൾ ആഘോഷിച്ചത്. ഹല്ലേലൂയ. യോഹന്നാൻ 1:9 പറയുന്നത് ഈ ലോകത്തെ പ്രകാശിപ്പിക്കേണ്ടതിനുള്ള, ലോകത്തെ മുഴുവനായി പ്രകാശിപ്പിക്കേണ്ടതിനുള്ള സത്യവെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. യെശയ്യാവ് 9 പറയുന്നത് ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് അവർ വലിയൊരു വെളിച്ചം കണ്ടുവന്ന്. അപ്പം കർത്താവ് ഒരു പ്രകാശമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവിനെയും കർത്താവിൻ്റെ ജനനത്തെയൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എഴുന്നേറ്റ് പ്രകാശിക്കാനാണ്. എഴുന്നേൽക്കുക, എറൈസ് എന്നുള്ള വാക്ക് ബൈബിളിൽ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ഹല്ലേലൂയ. നമുക്കറിയാം, ഏലിയാവിനോട് ദൂതൻ വന്ന് തട്ടിയിട്ട് പറയുന്ന എഴുന്നേൽക്കാൻ, നിനക്ക് ദൂരയാത്രയുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം നെഹമ്യാവും കൂട്ടാളികളും പണി നടത്തുമ്പോൾ അവർ പറയുന്നത് നാം എഴുന്നേറ്റ് പണിയുമെന്ന്. ഹല്ലേലൂയ. യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് ബാലെ എഴുന്നേൽക്കാനാണ്. തളർവാദ രോഗിയോട് പറഞ്ഞത് എഴുന്നേൽക്കാനാണ്. ഹല്ലേലൂയ. അങ്ങനെ എഴുന്നേൽക്കാന്ന് പറയുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന സാഹചര്യം അത് എന്ത് തന്നെ ആയാലും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ സാഹചര്യത്തിന് മുമ്പിൽ ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും ഇരിക്കാനല്ല. ആ സാഹചര്യത്തിന് മുമ്പിൽ നമ്മൾ എഴുന്നേൽക്കണം. എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൽ പ്രത്യാശ വെച്ച് നമ്മൾ പറയണം, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് നമ്മൾ പറയണം, ഞാൻ ഈ വിഷയത്തെ മറികടക്കും. നമുക്കറിയാം, മുടിയനായ പുത്രൻ അവൻ അപ്പൻ്റെ അടുത്തേക്ക് പോകാമെന്ന് അവൻ തീരുമാനിക്കുമ്പോൾ അവൻ തീരുമാനിച്ചുകൊണ്ട് അവൻ ഇരിക്കുന്നിടത്ത് ഇരിക്കുകയല്ല ചെയ്തത്, അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുത്തേക്ക് പോയെന്ന്. അപ്പം നമ്മുടെ ആ സാഹചര്യം ചിലപ്പോൾ നമുക്ക് നിരാശകളായിരിക്കാം, രോഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാരങ്ങളായിരിക്കും. അതിൻ്റെ മധ്യത്തിൽ ഇന്ന് എഴുന്നേറ്റ് പറയുക, ഞാൻ ഈ വിഷയത്തെ കർത്താവിൻ്റെ നാമത്തിൽ ജയിക്കും. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കുക. നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മൾ മറ്റുള്ളവർക്കും പ്രകാശമായി തീരണം. ദൈവത്തിൻ്റെ മഹത്വം ക്യാരി ചെയ്യുവാൻ, ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ മേലുണ്ട്. ആ തേജസ്സിനെ പ്രദർശിപ്പിക്കുവാൻ തക്കോണം നമുക്ക് കഴിയണം. ആകയാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് എഴുന്നേൽക്കാം, എഴുന്നേറ്റ് പണിയാം. നമ്മൾക്ക് ഹല്ലേലൂയ. നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.